ടി ജി നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞതുപോലെ ബംഗാൾ അതുപോലെ തന്നെ സംഭവിച്ചു. ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇക്കുറി ബി ജെ പി അധികാരത്തിലെത്തിയില്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി നിന്ന പലരും കാര്യം വലിയ ഒരു ആക്രമണം തൃണമൂലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേനെ. എന്തായാലും അത് ഉണ്ടായില്ല. ബി ജെ പി അധികാരത്തിൽ കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുറേ കാര്യം, എങ്കിലും ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, അന്ന് പറഞ്ഞ കാര്യം തന്നെ, ഈ ഒരു ശാന്തി ആഗ്രഹിച്ച ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. മനസ്സമാധാനം വേണമല്ലോ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും സ്വസ്ഥത വേണമല്ലോ. സ്വസ്ഥതയ്ക്ക് വേണ്ടി ജനം വോട്ട് ചെയ്തു. നേരത്തെയും ജനം ഇത് ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോട്ടപ്പുള്ളിയാവും. അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഈ EVM-ൽ അത്തർ പൂശി വയ്ക്കുക, BJP-യുടെ അതിൽ മാത്രം. പുറത്ത് വരുന്ന ആളിനെ അത്തർ മണക്കുന്നു. അത്തർ എന്ന് വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി പെർഫ്യൂമാണ്, അത്തറാവണമെന്നില്ല. അപ്പോൾ ഇയാൾ ഒരു വിരൽ തൊട്ടാൽ മതി, ഇയാൾ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇയാൾ ഈ അത്തർ മണക്കും. അപ്പോൾ അറിയാം ഇവൻ BJPക്ക് ചെയ്തവനാണ്. അങ്ങനെ അവനെ തല്ലും, അവൻ്റെ കുടുംബക്കാരെ തല്ലും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതുകൊണ്ട് വല്ലാത്ത പേടിയായിരുന്നു ആൾക്കാർക്ക്, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടത്. നമ്പർ 2 TMC ഇറക്കിയ ഒരു ഇത് കേന്ദ്രസേനയൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോകും കേട്ടോ, ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അഭിഷേക് ബാനർജി ഓപ്പണായി പറഞ്ഞിരുന്നു. അപ്പോൾ അത് അമിത്ഷാ നേരെ തിരിച്ചു പറഞ്ഞു, കേന്ദ്രസേന ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും, ഉടനെ ഒന്നും പോകണില്ല, ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോകുന്നുള്ളൂ, അവരെ പിൻവലിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും. പിന്നെ മമതയുടെ വേറൊരു നമ്പർ ട്രാൻസ്ഫോർമർ വളയുക, കൗണ്ടിങ് സെൻറ്ററിനടുത്തുള്ള ട്രാൻസ്ഫോർമർ. അന്നേരം അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് കറണ്ട് പോയി. അപ്പോൾ കൗണ്ടിങ് സെൻറ്ററിൽ ബഹളം വയ്ക്കുക, ഒന്നുകിൽ തിരഞ്ഞെടുപ്പ് കൗണ്ടർമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ പറയുന്ന റിസൾട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ട്രാൻസ്ഫോർമറിൽ ഒരു കാവലിട്ടു. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള കറണ്ട് വെച്ച് ഞങ്ങൾ വോട്ട് ഇടുന്നില്ല, അത് എപ്പോൾ വേണേലും പോവാം. അതുകൊണ്ട് ഞങ്ങൾ ജനറേറ്റർ, ഹൈ ക്വാളിറ്റി ജനറേറ്റർ 2 ഉണ്ട്, ഒരെണ്ണം പോയാൽ അടുത്ത ബാക്കപ്പ്, അത് വെച്ചാണ് കൗണ്ടിങ്. ഇങ്ങനെ സകല രീതിയിലും ഇവരുടെ മിസ്ചീഫ് ബ്ലോക്ക് ചെയ്താണ് ആളുകൾക്കൊരു കോൺഫിഡൻസ് വരികയും അവർ വോട്ട് ചെയ്യാൻ ഇറങ്ങുകയും. അല്ലെങ്കിൽ ഈ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിൽ 92%, 93% ഒക്കെ പോളിംഗ് ആണ്. നേരത്തെ ആസാമിലോ മറ്റോ ധുബ്രി ഒരു സ്ഥലമുണ്ടായിരുന്നു, 94% പോളിംഗ് നടന്ന ഒരു സ്ഥലം. അവിടെ പോളിംഗ് വളരെ ഹൈ ആയിരുന്നു. അത് വേറൊരു പൊളിറ്റിക്സാണത്. പക്ഷേ ഒറ്റ നിയോജകമല്ല. ഇത് ബംഗാളിൽ 93 സെക്കൻഡ് ഫേസിൽ 94 വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ തീരുമാനിച്ചുറച്ചിരുന്നു ആൾക്കാർ, എങ്ങനെയും ഇവരെ മാറ്റിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു മെസ്സേജും ബംഗാളിലെ ജനത തന്നിട്ടില്ല. സമാധാനം വേണം, കടക്കപ്പുറതി വേണം, അതാണ് എൻ്റെ മെസ്സേജ്. ഈ ബംഗാളി വികാരം ഇളക്കി വിടുക എന്നുള്ളത് മമതാ ബാനർജിയുടെ ഒരു മെയിൻ ടാക്ടിക്സ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വർക്കൗട്ടായി. അവസാന നിമിഷമൊക്കെ കുറേ നാടകമൊക്കെ കളിച്ചു. BJP പുറത്തു നിന്നുള്ള ആളുകളാണ്. ഇത്തവണ അത് ശ്രമിച്ചു, മീൻ കഴിക്കുന്നത് ഇല്ലാതാകും BJP വന്നു കഴിഞ്ഞാൽ, ബംഗാളിനെ വിഭജിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണമൊക്കെ അഴിച്ചിട്ടു. പക്ഷേ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത്. BJPയുടെ കൗണ്ടർ മൂവ് ഉണ്ടായി. എന്തുകൊണ്ട് മമതയ്ക്ക് ആ മുദ്രാവാക്യം വയ്ക്കാൻ പറ്റി? കാരണം അതിൽ സത്യമുണ്ടായിരുന്നു. BJPയുടെ ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യം അത് ബംഗാളിൽ വിലപ്പോവില്ല, കേരളത്തിൽ വിലപ്പോവില്ല. അതുകൊണ്ട് അവർ കാളിയിലേക്ക് മാറി. ബംഗാളിൽ ബംഗാളിയല്ലാത്ത 3 പേരെ പ്രസംഗിച്ചിട്ടുള്ളൂ: നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്. ബാക്കിയുള്ളവരെല്ലാം ബംഗാളികളായിരുന്നു അവരുടെ ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ. അപ്പോൾ അങ്ങനത്തെ നമ്പറുകളും ഒക്കെ BJP കൗണ്ടർ ചെയ്തു. അതുകൊണ്ടാണ് BJPക്ക് ഇത്തവണ ജയിക്കാൻ പറ്റിയത്. എന്ന് വെച്ച് മമതയെ എഴുതിത്തള്ളാനൊന്നും ഞാൻ തയ്യാറില്ല. അവർ അസാമാന്യമായൊരു ഫൈറ്ററാണ്, സ്ട്രീറ്റ് ഫൈറ്റർ. ആരോഗ്യമുണ്ടെങ്കിൽ അവർ ഇനിയും തിരിച്ചു വരാനുള്ള ഭീകരമായ ശ്രമം നടത്തും. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അവർ ഭവാനിപ്പൂറിൽ തോറ്റുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഫലം മാറി മറിഞ്ഞ് ജയിച്ചു എന്നും വരാം. ജയിച്ചാൽ പോലും അവർക്ക്
19 പേര് അവരുടെ കൂടെ നിയമസഭയിലുണ്ടാകും. നിയമസഭ നടത്താൻ അവർ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അവരവിടെ കുത്തിയിരിക്കും, അവർ കിടക്കും. അവരെ പണ്ട് CPM മുടിക്ക് പിടിച്ച് റോഡിലൂടെ വലിച്ചഴിച്ചതാണ്. ഈ വലിച്ചഴിക്കാൻ കാര്യം എന്താ? ഇവർ കിടന്നാൽ പിന്നെ അവിടുന്ന് എണീക്കില്ല, വലിച്ചഴിക്കാതെ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, അങ്ങനത്തെ ഒരു ജന്മമാണത്. അസാമാന്യമായ ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള സ്ത്രീ. പക്ഷേ അവരുടെ കൂടെ ഇനി ആരുണ്ടാകും എന്ന് കണ്ടറിയണം. പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ തോൽക്കുമെന്ന് മമതയ്ക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അവരുടെ ഗാങ് പതുക്കെ എല്ലാവരും വീട്ടിൽ പോകാനും സ്ഥലം വിടാനും ഒക്കെ തുടങ്ങി. അതിനാണ് അവർ ഈ കൗണ്ടിങ് സെൻറ്റർ വളയുക എന്ന് പറഞ്ഞൊരു ആഹ്വാനം കൊടുത്തത്. ഒരു വീഡിയോ ആദ്യമായിട്ടാണ് അവരുടെ പ്രവർത്തകരെ അവർ തൊഴുന്ന വീഡിയോ ഇറങ്ങുന്നത്. 15 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് മമത കൈയെടുത്ത് തൊഴുത് പറഞ്ഞു, ആരും പോകരുത്, കൗണ്ടറിങ് സെൻറ്റർ വളയണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ വീണ്ടും നിർത്തി എന്തോ ഭീകരമായ കാര്യം സംഭവിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് സ്ട്രോങ് റൂമിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ചു നിന്നു. നെഗറ്റീവായിരുന്നു ബോഡി ലാംഗ്വേജ് മൊത്തം ബോഡി ലാംഗ്വേജ്. അല്ലെങ്കിൽ തന്നെ ആ സ്ത്രീ മൊത്തം നെഗറ്റിവിറ്റിയാണ്. അവർ സ്റ്റേജിൽ കയറി നിന്നാൽ തന്നെ നിൽക്കില്ല, നടക്കുക, അപ്പം വിരികിനെ പോലെ ഇങ്ങനെ പായുക, ഇതൊക്കെയാണ് എപ്പോഴും നെഗറ്റീവ്. അവർ ശത്രുവിനെ എപ്പോഴും വേണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പാസ്സാക്കുന്ന ഒരു നിയമം, എന്ത് നിയമം പറഞ്ഞാലും അപ്പം തന്നെ നിഷേധമാണല്ലോ. അപ്പം തന്നെ അത് അവിടെ ചെയ്യില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അതെ. അപ്പോൾ എന്തായാലും അവിടുത്തെ BJP വോട്ട് ചെയ്തവർക്ക് ഒരാശ്വാസമായി. മറ്റേ പ്രദീപ് ഗുപ്ത പറഞ്ഞ പോലെ പലരും വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാക്കാമായിരുന്നു. കാര്യം TMCക്ക് ചെയ്തെങ്കിൽ അവർക്ക് പറയാമല്ലോ. അവർ പറയുന്നുണ്ട് BJPക്ക് വോട്ട് ചെയ്ത ആൾക്കാർ മിണ്ടുന്നില്ല. അതെ, അത് തന്നെ എവിഡൻ്റ് ആയിരുന്നു എന്നുള്ളത്. അതെ അതെ അതെ. ഇതിപ്പോൾ ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാറ്റം? കാര്യം ദേശീയ തലത്തിൽ ഇമ്മീഡിയറ്റ് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കോൺഗ്രസ്സിന് ഒരു തൂവൽ കൂടെ അവരുടെ കിരീടത്തിൽ വരും കേരളത്തിലെ. കാരണം കേരളത്തിൽ വലിയ ഭൂരിപക്ഷമല്ല, 100 ക്രോസ് ചെയ്യുന്ന ഭൂരിപക്ഷം. ഫൈനലി ചിലപ്പോൾ 100-ന് താഴെ നിൽക്കുമായിരിക്കാം ലാസ്റ്റ് ഫലമൊക്കെ വരുമ്പോൾ. എന്നാലും 90-നും 100-നും ഇടയ്ക്ക്. അത് 90 സീറ്റുമായിട്ട് നിന്ന ആളിനെ ഇറക്കി വിട്ട് 90-ലധികം സീറ്റുമായിട്ട് കയറി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെഞ്ചുവിരിവ് രാഹുൽ ഗാന്ധിക്ക് വരും. ആ ടീഷർട്ടൊക്കെ ഒന്നുകൂടെ മുറുകിയ മസിലൊക്കെ കാണിച്ച് അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്ന ഒരു സർക്കസ്. അതാണ്. പക്ഷേ BJP വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 2-3 പേര് ഇറങ്ങുകയാണ്. അതായത് സ്റ്റാലിൻ, മമത, ഇപ്പോൾ പിണറായിയും. ഇവിടെ പിന്നെ നേരെ തിരിച്ച് രണ്ടും എല്ലാം സെയിം ആയതുകൊണ്ട് അങ്ങനെ പറയണ്ട. പക്ഷേ സ്റ്റാലിനും മമതയും ഇറങ്ങുന്നതോടുകൂടി അതായത് ലോക്സഭ പിടിക്കാൻ മമത മുന്നിൽ നിന്ന മോദിയെ തോൽപ്പിക്കും എന്നൊരു നെറേറ്റീവ് കൊണ്ടുവന്നത് അതിപ്പോൾ പൊളിഞ്ഞു. അതെ, മമത പൊളിഞ്ഞു എന്നുള്ളത് ശരി. സ്റ്റാലിൻ്റെ കേസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ജോസഫ് വിജയ് സ്റ്റാലിനേക്കാൾ വഷളായിരിക്കുന്നു. കാരണം അയാൾ അധികാരത്തിൽ വരുമെന്ന് അയാൾ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അധികാരത്തിൽ വരാനുള്ള സീറ്റായില്ല, പക്ഷേ ആ സീറ്റ് എങ്ങനെയെങ്കിലും ഉറപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ DMK അയാളെ പിന്തുണയ്ക്കുക, എന്തെങ്കിലും ചെയ്യും. അധികാരത്തിൽ വരും അയാൾ ഉറപ്പാണ്. അയാൾക്ക് രാഷ്ട്രീയം അറിയില്ല. ആൾക്കൂട്ടത്തെ നയിച്ച് ആളുകളിച്ച ആളാണ്. നിർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMKയ്ക്കും ADMKയ്ക്കും രണ്ടുപേരെയും കൊണ്ട് മടുത്ത ജനങ്ങൾ ഒരു മൂന്നാം ശക്തിക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ആ മൂന്നാം ശക്തിയായിട്ട് BJP മുന്നോട്ട് വരണം എന്നുള്ളതായിരുന്നു അണ്ണാമലയുടെ തിയറി. ആ തിയറി കേന്ദ്രം അംഗീകരിച്ചില്ല. കേന്ദ്ര BJP അവർ ADMKയുടെ കൂടെ നമുക്ക് നീങ്ങാം. അത് കഴിഞ്ഞിട്ട് വിജയമായിട്ട് ഒരു അലയൻസിലെത്താനും ശ്രമിച്ചു. പക്ഷേ വിജയ് സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ADMKയോടും DMKയോടും മടുപ്പുള്ള ജനം വിജയിന് ഓവർവെൽമിംഗ് ആയിട്ട് വോട്ട് ചെയ്തു. അയാൾ ജയിച്ചു. വാസ്തവത്തിൽ അത് BJPക്ക് കിട്ടേണ്ട വോട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11% വോട്ട് ഒറ്റയ്ക്ക് BJP പിടിച്ചിട്ടുണ്ട്. അതെ, മൊത്തം 18% ഉണ്ട്. ആ 11 22 ആക്കാൻ വലിയ അധ്വാനം വേണ്ടി വരുമായിരുന്നില്ല.
22 ഇവർക്കും ഒക്കെ കിട്ടുന്നത്. ബാക്കി കുറേയൊക്കെ MD MK അവർ ഇവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അധികാരത്തിൽ വരുന്നത്. ബട്ട് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അണ്ണാമലയുടെ തിയറി അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ ഗതികേടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാടി പഴനിസ്വാമി പറയുന്നു അണ്ണാമലയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നയനാർ നാഗേന്ദ്രനെ വെച്ചു. എടപ്പാടി പഴനിസ്വാമി പറയുന്നു അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല. വീണ്ടും അയാൾ പറഞ്ഞു അണ്ണാമലയുടെ കൂടെയുള്ളവർക്ക് സീറ്റ് കൊടുക്കരുത്, അതും കൊടുത്തില്ല. എന്നിട്ടാണ് ഈ റിസൾട്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു അണ്ണാമലൈ രാഷ്ട്രീയം ഉപേക്ഷിക്കും. ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടതാണ്. അണ്ണാമലൈ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ സ്മൂത്തായിട്ട് ആ ക്രൈസിസിൽ ആ മനുഷ്യൻ നീന്തി തുടിച്ച് ഒരു കണക്കിന് തല പൊക്കിപ്പിടിച്ച് തമിഴ്നാട്ടിലെ നമ്പർ 1 ക്യാമ്പയിനറായിട്ട് മാറി. സ്വന്തം പാർട്ടി അംഗീകരിക്കുന്നില്ല, സ്വന്തം AIDMK അംഗീകരിക്കുന്നില്ല, പക്ഷേ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ 1 ക്യാമ്പയിനർ ആരാണെന്ന് ചോദിച്ചാൽ അണ്ണാമലയായി. അത് അണ്ണാമലയുടെ സാമർഥ്യമാണ്. ഇപ്പോൾ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുകയില്ല. അല്ല, ഈ അണ്ണാമലയുടെ ഒരു ഭാവി എന്തായിരിക്കും? ഇപ്പോൾ വിജയ് ഓൾറെഡി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അണ്ണാമല എപ്പോഴും വിജയോട് ഒരു സോഫ്റ്റ് സ്റ്റാൻഡാണ്. വിജയ് ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇതുവരെ അണ്ണാമല ശ്രമിച്ചിട്ടില്ല. ആ ദുരന്തമൊക്കെ ഉണ്ടായപ്പം, കരൂർ ദുരന്തം ഉണ്ടായപ്പോഴും അണ്ണാമലയാണ് ആദ്യമായിട്ട് പിന്തുണയായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ അണ്ണാമലയെ ഒരു BJP വിടാനുള്ളൊരു സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യമേ അവർ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം. വിജയ് ഒരു ഹിന്ദു വിരുദ്ധനാണ്. പിന്നെന്താ ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. അണ്ണാമലയ്ക്ക് ഹിന്ദുത്വം വിട്ടൊരു കളി ഇല്ല. അങ്ങനെ ചെയ്താൽ അങ്ങേര് ആത്മസംഘർഷം കൊണ്ട് തന്നെ ഭ്രാന്ത് പിടിച്ചു പോകും. ഒരു മനുഷ്യൻ്റെ ഈ മജ്ജയിൽ പിടിച്ച ചില കാര്യങ്ങളുണ്ട്, അതിന് വിരുദ്ധമായിട്ടുള്ള കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ലാതെ പോകും. എന്നാൽ പിന്നെ ആൾക്കാരങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഇതും അതിനപ്പുറമൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അതിൻ്റെ ആത്മസംഘർഷം അനുഭവിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയം ഒരു 5 വർഷത്തേക്കുള്ള രാഷ്ട്രീയമാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്, വേണമെങ്കിൽ ചെയ്യാം. ബട്ട് അത് കഴിഞ്ഞിട്ടോ, അണ്ണാമലൈ ചെറുപ്പമാണ്, ഇനിയും ജീവിതവും രാഷ്ട്രീയവും എത്ര മുന്നോട്ട് കിടക്കുന്നു. അതുകൊണ്ട് വിജയുടെ കൂടെ അണ്ണാമലൈ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ അസമിനെ പറ്റി പ്രത്യേകിച്ച് പറയാനില്ല. ഏകദേശം എല്ലാവരും പറഞ്ഞിരുന്ന റിസൾട്ട് തന്നെയാണ് വന്നത്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആൾക്ക് അത്രത്തോളം ജനപിന്തുണയാണ്. അതും ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോലെ ആയ ആൾ ഒരു മൈൻഡും ചെയ്യാതെ അവസാനം വേദനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അപമാനിച്ചു. BJPയിലെ ഒരു ആനക്കാട്ടിൽ ഈപ്പച്ചനാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ. ഔട്ട്സ്പോക്കൺ. ഹിമന്ത ബിശ്വ ശർമ്മ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് പറഞ്ഞു കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന 30 സ്ഥാനാർത്ഥികളെ ഞാൻ നിർത്തിയിരിക്കുകയാണ്, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറയുമോ? ഒരുപക്ഷെ ചെയ്യുമായിരിക്കും, പക്ഷെ പുറത്ത് പറയില്ല. ഇത് അത് പറഞ്ഞു. എനിക്കതുകൊണ്ട് പേടിയൊന്നുമില്ല. അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടോളൂ. എൻ്റെ കൂടെ നിൽക്കും 30 പേര്. 2 പ്രധാന നേതാക്കളെ വലിച്ചു ഹിന്ദു. 30-ൽ കൂടുതൽ ആൾക്കാരെ അവർ നിർത്തിയിട്ടുണ്ട്. അവരാരാന്ന് എനിക്കറിയില്ല, പക്ഷെ 30 പേരെ എനിക്കറിയാം. എൻ്റെ പോക്കറ്റിലെ ആൾക്കാരാണ്. मैं जानता हूं उनको कब से. ഇത് അതേസമയം ഒരു വാണിംഗ് പോലെ ഇപ്പോഴും 4 മാസം മുമ്പ് റിപ്പബ്ലിക് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇയാൾ പറഞ്ഞു, ഹിമന്ത ബിശ്വ പറഞ്ഞു, തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇത് ഒരുപക്ഷെ ഞാൻ ജയിച്ചൊക്കെ വരും, പക്ഷേ ഇതുകൊണ്ടൊന്നും ആസാം ഭാരതത്തിൽ നിൽക്കുമോ എന്ന് സംശയമുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ തള്ള് വളരെ വലുതാണ്. അപ്പോൾ അവരെ തിരിച്ചു തള്ളിയപ്പോൾ ഡീപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ എങ്ങനെയാണ് അതിർത്തി കടത്തി വിടുക എന്ന് എനിക്കറിഞ്ഞു. 8 ജില്ലകളിൽ ഭൂരിപക്ഷം നിലവിൽ. പിന്നെ നമ്മുടെ സുപ്രീം കോടതി, ഭരണഘടന, ആർട്ടിക്കിൾ 14 തുല്യത എന്നൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയുന്നത് എന്താ? ഇതുണ്ടല്ലോ സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്കിൽ ഹിമന്ത ബിശ്വ പറഞ്ഞു ഒരു റോഡും ഒരു റെയിൽവേ ലൈനും ഉണ്ട്.
ബാക്കി എന്തുണ്ടെന്നാണ്. അതിൻ്റെ രണ്ട് വശത്തും ബംഗ്ലാദേശികളാണ്. അവർ കേൾക്കുന്നത് ബംഗ്ലാദേശ് റേഡിയോ ആണ്, അവർ കാണുന്നത് ബംഗ്ലാദേശ് ടി വിയാണ്, ഢാക്ക ടി വിയാണ്. അത് നിങ്ങൾ ചിക്കൻ നെക്ക് സംരക്ഷിക്കാൻ പോകുന്നു, എന്ത് സംരക്ഷിക്കാൻ പോകുന്നു? രണ്ട് വശത്തും ഇതാണ്. അപ്പോൾ എന്നാണ് ഇത് തകിടം മറിയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മുമ്പുള്ളവരും ഞാനും ഒക്കെ ചെയ്യുന്നത് ഇന്നെവിറ്റബിളായിട്ടുള്ള അനിവാര്യമായിട്ടുള്ളൊരു ദുരന്തം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഔട്ട് സ്പോക്കൺ എന്ന് പറയാൻ കാര്യം. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവും പറയില്ല. കോൺഗ്രസ്സിൽ എൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയില്ല. തോക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ വാർ, അതിൻ്റെ ബാറ്റിലാണ് ഞാൻ ജയിക്കുന്നത്. വാറിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഒരു രാഷ്ട്രീയക്കാരനും പറയാത്തതാണ്. അത്രയ്ക്ക് ഔട്ട് സ്പോക്കണാണ് ആ മനുഷ്യർ. ഏതായാലും തൽക്കാലം BJP-ക്കാർക്ക് ആഘോഷിക്കാം. ആസാം മൂന്നാമത് അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയാം. ഇതിപ്പോൾ ലോവർ ആസാം ഒരു ബരാക് വാലി അവിടെയാണല്ലോ സാധാരണഗതിയിൽ. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അസമിൽ ഇപ്പം റിസൾട്ട് മനസ്സിലാക്കുമ്പം ഈ മിയ മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, അസമീസ് ഭാഷ സംസാരിക്കുന്ന തനത് മുസ്ലിങ്ങൾ, അവർ പക്ഷേ അവരുടെ ബെൽറ്റിലൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹിമന്ത അവർക്കിടയിൽ അത്യാവശ്യം പോപ്പുലറാണ്. അതായത് അവരും ഈ പറയുന്ന ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് എതിരാണ്. അവരുടെ അവകാശം അതല്ലേ ഇദ്ദേഹം ഈ പറയുന്നത്. ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ആസാമിലെ ഒറിജിനൽ മുസ്ലിങ്ങളുണ്ടല്ല, അവർക്ക് ശ്വാസം മുട്ടലാണ്. അതുകൊണ്ട് അവർ ഹിമന്തയ്ക്ക് വോട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് 40% മുസ്ലിങ്ങളുള്ളപ്പോൾ പോലും അങ്ങേര് ജയിക്കുന്നത്. മമതി ഇതൊരു പ്രധാന വിഷയമാക്കി ഉയർത്തിയിരുന്നു. BJP കൗണ്ടറായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ബംഗ്ലാദേശിലെ UMP അക്തർ ഹുസൈൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബംഗ്ലാദേശിന് വലിയ പ്രശ്നമാണ് ബംഗാളിലെ അധികാരമാറ്റം. പല ഈ പറയുന്ന കുടിയേറ്റക്കാരൊക്കെ ചിലപ്പം അനധികൃത കുടിയേറ്റക്കാരൊക്കെ തിരിച്ച് അതിർത്തിയിലേക്ക് വരും, വലിയ പ്രശ്നമാണെന്നുള്ളത്. BJP അതൊരു മെയിൻ ഇഷ്യൂ ആക്കി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് സൗത്ത് ബംഗാളിൽ വരെ അത് ഒരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ അത് ഒരു ഹിന്ദു പോളറൈസേഷൻ, ഇത്തരം സംഭവങ്ങൾ ബംഗാളിലൊരു എക്സ് ഫാക്ടറായി മാറിയിരുന്നു. അതെ.